ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എൻ്റെ രാവിലത്തെ തിരക്കുകളൊക്കെ കാണിച്ചു തരുന്നത് വെച്ചാൽ ഇപ്പോൾ സമയം ഒരു 6:30 കേട്ടോ. ഞാൻ എന്നും വിചാരിക്കും രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പണികളൊക്കെ എടുക്കണം. പക്ഷെ എന്നും നേരം വൈകിട്ട് എഴുന്നേക്കാൻ എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടി. അങ്ങനെ 6:30 ആയിട്ട് ആ സമയം വന്നിട്ട് 6:30 തൊട്ട് 9 മണി വരെ നിർത്താതെ പണിയെടുക്കലാണ് കേട്ടോ. ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ. പിന്നെ ഇരിക്കണമെങ്കിൽ ഒരു 9 മണിയാവണം. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ പ്രകൃതിയിലത്തെ കിളികളുടെ കരച്ചിലൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കും. ഒരു 5 മിനിറ്റ്. ഇന്ന് കുട്ടികൾ ചോറ് കൊണ്ടുപോകണില്ല, പലഹാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രീൻ പീസ് മസാലക്കറി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൂലപ്പാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ അധികം ഒന്നും വീഡിയോ പിടിക്കില്ല, തിരക്കോട് തിരക്കാണ്. അങ്ങനെ നമ്മുടെ നൂലപ്പൊക്കെ ആക്കി നമ്മുടെ ചോറും പാത്രത്തിലൊക്കെ ആക്കി കെട്ടി ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞയച്ചു. ഇപ്പോൾ 9 മണി. ഞാൻ ചായ വെക്കണതൊന്നും പിടിക്കണില്ല കേട്ടോ. അപ്പം മോനൊരു നൂലപ്പം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഞാൻ എടുത്തിട്ട് 4 കഴിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 3 കഴിക്കാറ്. പിന്നെ വന്നിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടാവും അവർ പോയി കഴിഞ്ഞാൽ കഴുകാൻ. സ്റ്റൗവൊക്കെ ആകാൻ പുറം കിട്ടിയിരിക്കും. പിന്നെ ഹസ്ബൻഡിന് നൂലപ്പം ഇഷ്ടമില്ലാത്ത കാരണം ചപ്പാത്തി ഉണ്ടാക്കി. ഇതിനിടയിൽ ഒരുപാട് പണികൾ എടുത്തിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് അതൊന്നും ഞാൻ വീഡിയോ പിടിക്കില്ല കേട്ടോ. സമയമില്ല. വന്നിട്ട് സ്റ്റവിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി, സിങ്കൊക്കെ ക്ലീനാക്കിയിട്ട് സ്റ്റൗവൊക്കെ ക്ലീനാക്കി. ഞാൻ അടിക്കലും തുടക്കലൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാം. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കലാണ്. വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പണികൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ മേലൊക്കെ പിടിച്ചോളല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മുടെ ഉലുവ വെളിച്ചെണ്ണ ആക്കി വെച്ചതാണ് കേട്ടോ. ഉലുവ മുളപ്പിച്ച് വെളിച്ചെണ്ണ കാച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിൽ ഞാൻ എന്നും വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ കുളിക്കുക. എനിക്ക് വെളിച്ചെണ്ണ തേച്ചില്ലെങ്കിൽ എന്തോ പോലെ ഒട്ടും തേക്കാണ്ടിരിക്കില്ല, ഒരു തുള്ളിയെങ്കിലും തേക്കും എന്നും. ഇപ്പോൾ രാത്രി മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞിട്ടാവും കെട്ടി വെച്ചിട്ടുണ്ടാവും. അത് കാരണം മുടിയിൽ അങ്ങനെ കെട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കോന്തി കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഹെയറിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം മുടി വാരി കെട്ടിയേക്കും. പിന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഓയിലാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ പകുതിയായിട്ടാണ് ഈ ഓയിൽ. ഞാൻ എന്നും അപ്ലൈ ചെയ്തെടുക്കും, കൈമേലും കാലുമേലും ഫേസിലൊക്കെ. അപ്പോൾ ഞാനിതിങ്ങനെ വെറുതെ റബ്ബ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഇതിൽ കൂടെ ഇങ്ങനെ വന്നോളൂ കേട്ടോ. ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഇത് കൈമേലും കാലുമേലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കും. ഫേസിനായാലും നല്ലൊരു മസാജ് കൊടുക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ വേഗം പിടിക്കുകയും ചെയ്യും, നമുക്ക് പണികളും തീരല്ലോ. അങ്ങനെയാണ് എന്നും ചെയ്യാറ് കേട്ടോ. അപ്പോൾ തലമുടിയിലും ഫുൾ ബോഡിയിലൊക്കെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യുന്നുണ്ട്. ഇനി അടിച്ച് വേണം, തുടയ്ക്കണം, തുണികൾ കഴുകണം, കറിയൊക്കെ കാലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾ തന്നെ 4 മണിയാവുമ്പോൾ ഇനി അടുത്ത പണി തുടങ്ങുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ അടിച്ച് വരെ തുടയ്ക്കുക, കുളിക്കുക, കഴുകുക. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകണം കേട്ടോ. ഓക്കെ.